എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളം പഴക്കമുള്ള ഒരു അൾട്ടോ 800 ആണ്. നമുക്ക് കാറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്നും വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു കാർ ബ്രാൻഡാണ് മാരുതി. 2000-ലാണ് മാരുതി അൾട്ടോ എന്നൊരു പുതിയ മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. വിപണിയിൽ ഇറങ്ങിയ അന്നു മുതൽ തന്നെ മാരുതിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് വിൽപ്പനയിൽ മുന്നേറുന്ന ഒരു മോഡലാണ് അൾട്ടോ. 25 വർഷത്തോളമായി ഏകദേശം 50 ലക്ഷത്തോളം കാറുകളാണ് അൾട്ടോ വിറ്റഴിഞ്ഞത്. ഇപ്പോഴിതാ മാരുതി തങ്ങളുടെ ഹാർടെക് എന്ന പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് അൾട്ടോ 800 പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെബിലിറ്റിക്കും യാത്രാസുഖത്തിനും ഏറെ പേര് നേടിയതാണ് മാരുതിയുടെ ഹാർടെക് എന്ന ഈ പ്ലാറ്റ്ഫോം. മാരുതിയുടെ തന്നെ പഴയൊരു മോഡലായ A-സ്റ്റാറിനോടാണ് പുതിയ അൾട്ടോ 800 കൂടുതൽ സാമ്യം. സൈഡിലും ബാക്ക് വശത്തുമൊക്കെ തന്നെ പുതിയ സെലീരിയോടും സാമ്യം തോന്നുന്നുണ്ട്. ഫ്രണ്ടിലെ ഈ വലിയ ഗ്രില്ല് തന്നെയാണ് A-സ്റ്റാറിനോട് സാമ്യം തോന്നാനുള്ള പ്രധാന കാരണം. ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുടെ വിൽപ്പനയിൽ മുൻപിൽ നിൽക്കുന്ന മോഡലുകളാണ് മാരുതിയുടെ അൾട്ടോ K10 എസ്പ്രസോയും. നല്ല വീതിയുള്ള നല്ല കുഷനിങ്ങുള്ള സീറ്റുകളാണ് കമ്പനി ഈ കാറിന് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു 7 വർഷത്തോളമായിട്ട് മാരുതിയുടെ പല മോഡൽ കാറുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടുള്ള ചില അറിവുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഈ പ്രൊഫഷണലായിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നവരുടെ വീഡിയോ ആയിട്ട് നിങ്ങൾ തട്ടിച്ച് നോക്കരുത്. ഞാൻ സാധാരണ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുറേയധികം നാൾ ബൈക്ക് ഉപയോഗിച്ച് അതിനുശേഷം ആദ്യമായിട്ടൊരു ചെറു കാർ വാങ്ങുന്നവരുടെ സാധാരണക്കാർക്ക് പരിഗണിക്കാവുന്ന ഒരു ഏറ്റവും നല്ല മോഡൽ തന്നെയാണ് മാരുതിയുടെ അൾട്ടോ K10. AC വളരെ കൂളിംഗുള്ള AC-യാണ്. ഇതിൻ്റെ സ്പീഡോമീറ്റർ കാര്യങ്ങളെല്ലാം തന്നെ ഡിജിറ്റലാണ്. മാത്രമല്ല കമ്പനി ഇതിനു വേണ്ടി 2 എയർ ബാഗുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ നോക്കിയാലും വളരെ ഭംഗിയുള്ളൊരു മോഡൽ തന്നെയാണ് അൾട്ടോ 800. ഇതിൻ്റെ ഡാഷ്ബോർഡാണെങ്കിലും ഉള്ളിലാണെങ്കിലും വളരെ ഭംഗിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എന്തോ ചെറിയൊരു അപാകതയായിട്ട് തോന്നിയത്. എന്നാൽ ആദ്യം ഇറങ്ങിയ അൾട്ടോ 800 നല്ല ഭംഗിയുള്ള മോഡലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ K10 വളരെ നല്ല ഭംഗിയുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയത് ഇത് ഇച്ചിരി ഫ്രണ്ട് ഇത്തിരി ഭംഗി കുറവ് തോന്നുന്നുണ്ട്. കാറിനുള്ളിലെ സ്ഥല സൗകര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇത് ചെറിയ കാറായിട്ട് തോന്നുമെങ്കിലും കാറിൻ്റെ ഉള്ളിലെ സ്ഥല സൗകര്യം വർദ്ധിച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡൊക്കെ വളരെ ഒതുങ്ങിയ ഡാഷ്ബോർഡാണ്. എന്നാൽ വളരെ ഭംഗി ഉള്ളതും വളരെ ഒതുങ്ങിയതുമായ ഡാഷ്ബോർഡാണ് ഇപ്പോൾ കമ്പനി പുതിയതായിട്ട് അൾട്ടോ 800 കൊടുത്തിരിക്കുന്നത്. കാറിൻ്റെ ഇന്ധനക്ഷമതയുടെ കാര്യത്തിലും കാര്യമായ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. അൾട്ടോയിൽ നിന്നും ഏകദേശം 45 മില്ലിമീറ്റർ ഉയരം കാറിന് കൂടിയിട്ടുണ്ട്. 15 മില്ലിമീറ്റർ വീതിയും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏകദേശം 20 മില്ലിമീറ്ററാണ് കാറിൻ്റെ വീൽ ബേസ് വർദ്ധിച്ചിരിക്കുന്നത്. ഏകദേശം 35 ലിറ്ററോളം ബൂട്ട് സ്പേസ് വർദ്ധിച്ചിട്ടുണ്ട്. മാരുതിയുടെ തനത് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിയറിംഗ് വീലാണിത്. പിന്നെ കമ്പനി ഇൻബിൽട്ടായൊരു സ്റ്റീരിയോ സിസ്റ്റവും ഇതിൽ വരുന്നുണ്ട്. 4 സ്പീക്കറുകളാണ് ഇതിനുള്ളത്. 4 ഡോർ പാഡുകളിലുമായിട്ടാണ് സ്പീക്കറുകൾ പിടിപ്പിച്ചിരിക്കുന്നത്. മികച്ചൊരു സ്റ്റീരിയോ സിസ്റ്റം തന്നെയാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് 13 ഇഞ്ച് തന്നെയാണ്. എന്നാൽ അതിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ 150, 86, 13 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 145, 86, 13 ആയിട്ട് പുതിയ ടയറിൻ്റെ സൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ ടൈപ്പ് ഹാലജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡേ ടൈം റണ്ണിംഗ് ലാമ്പോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ മാരുതിയിൽ കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല ഫോഗ് ലാമ്പ് കണക്ട് ചെയ്യാനുള്ള സ്പേസ് പോലും മാരുതി ഇതിന് കൊടുത്തിട്ടില്ല. നമുക്കിനി ഒന്നൊരു ടെസ്റ്റ് ഡ്രൈവ് പോയി നോക്കാം. മാരുതി തന്നെ 1000 cc നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ് കമ്പനി കാറിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല ഒട്ടും തന്നെ ലാഗ് ഈ കാറിന് അനുഭവപ്പെടുന്നില്ല. 5 സ്പീഡ് മാനുവൽ ഗിയർ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ കാർ ലഭ്യമാണ്. പെട്രോളിൻ്റെ വില ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഇന്ധനക്ഷമത എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും മോഹിപ്പിക്കുന്നൊരു ഇന്ധനക്ഷമത തന്നെയാണ്. നമ്മുടെ പഴയ 800 ഒക്കെ ഉപയോഗിച്ചവർക്കറിയാം, പക്കി പോകുന്ന പോലെ അങ്ങ് പോകുന്നു. ഇവിടെ വലിച്ചുണ്ടെങ്കിൽ പറന്നു പോകുന്നൊരു എഞ്ചിനായിരുന്നു ആ കാറിനുള്ളത്.
അതുപോലെ തന്നെ ഈ കാർ ആണെങ്കിൽ തന്നെയും ലാഗ് ഒട്ടും തന്നെ അനുഭവപ്പെടുന്നില്ല. നമുക്ക് വളരെ സ്മൂത്താണ് ഇതിൻ്റെ എൻജിൻ. നമ്മൾ ഗിയർ മാറ്റുമ്പോഴോ ഒന്നും മുമ്പോട്ടുള്ള ചാട്ടമോ ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നൊരു കാറാണിത്. ദീർഘായുസ്സിനും ഇന്ധനക്ഷമതയ്ക്കും പേരുകേട്ട കെ സീരീസ് എഞ്ചിനുകളാണ് കമ്പനി കാറിന് ഉപയോഗിച്ചിരിക്കുന്നത്. നിരവധി സുരക്ഷാ സംവിധാനങ്ങളാണ് കമ്പനി കാറിന് കൊടുത്തിരിക്കുന്നത്. മുന്നിലായിട്ട് 2 എയർ ബാഗുകൾ, സ്പീഡ് സെൻസിങ്, ഓട്ടോ ലോക്ക്, ഡോർ ലോക്കുകൾ, ഹൈ സ്പീഡ് അലർട്ട് അലാറം, പിന്നെ EBD, ABS, പിന്നെ റോഡ് പാർക്കിംഗ് സെൻസർ, അങ്ങനെ നിരവധി സംവിധാനങ്ങൾ കാറിന് കൊടുത്തിട്ടുണ്ട്. കമ്പനി തന്നെ ഈ കാറിന് പറയുന്നത് സിറ്റി ഡ്രൈവിന് പറ്റിയ ഏറ്റവും നല്ലൊരു കാറെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല. എത്ര നമുക്ക് സാധാരണക്കാരാണെങ്കിൽ സിറ്റി ഡ്രൈവ് ഒന്നുമില്ല, ഇത് കൊടുത്ത് ഇപ്പോൾ എത്ര ദൂരം വേണമെങ്കിലും നമ്മൾ പോകും. അപ്പം ദീർഘദൂര യാത്രകൾക്കും എല്ലാത്തിനും പറ്റുന്നൊരു എഞ്ചിൻ തന്നെയാണ് കമ്പനി കാറിന് കൊടുത്തിരിക്കുന്നത്. മികച്ച മൈലേജ് അതിനൊരു നല്ലൊരു സപ്പോർട്ട് നൽകുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ നല്ല യാത്രാസുഖം നൽകുന്നൊരു സസ്പെൻഷനാണ് കമ്പനി കാറിന് കൊടുത്തിരിക്കുന്നത്. പുതിയൊരു ചെറിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും പരിഗണിക്കാവുന്ന ഒരു നല്ലൊരു മോഡൽ തന്നെയാണ് മാരുതി ആൾട്ടോ K10. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.